ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇല്ലാത്തൊരു യാത്രയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു ഒറ്റ മൈൻഡിലുള്ള യാത്രയാണ്. നമ്മുടെ കൂടെ നമ്മളെ ഫാമിലിയും ഉണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാടൻ വ്ളോഗേഴ്സിൻ്റെ ഈ ഒരു ബസ് കണ്ടത്. അപ്പോൾ നമ്മൾ നേരെ വയനാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് വയനാട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ അങ്ങനെ വയനാട് എത്തിയിട്ടുണ്ട്. ഒരു ഒറ്റ മൈൻഡിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളൊരു വൈബുള്ള സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. അത് തേടി നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ നമുക്ക് സ്യൂട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. അത് വേറെ സാധനമുണ്ട്. അങ്ങനെ നല്ലൊരു ആംബിയൻസിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയിപ്പോൾ നേരെ ഫോറസ്റ്റ് റോഡ് കയറാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഇതാ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കാണുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി നിർത്താതെ അതൊന്ന് കഴിച്ചു നോക്കാതെ പോകാനായിട്ട് പറ്റില്ലല്ലോ. സോ നമ്മൾ വണ്ടി നിർത്തി നമുക്ക് വേണ്ട പൈനാപ്പിളും മാങ്ങയും നെല്ലിക്കയും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ അങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ റോഡ് കയറിയിട്ടോ. അങ്ങനെ ഇനി നമ്മൾ ആനിമൽസിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ ആനിമൽസിനെ കാണും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും കണ്ണും നട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ആദ്യത്തെ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആനിമൽസിനൊക്കെ കാണാൻ പറ്റി. എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ കിട്ടിയൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക്. സോ അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ നേരെ ഗുണ്ടൽപേട്ട് വഴിയാണ് വീട്ടിലേക്ക് റിട്ടേൺ പോകുന്നത്. അവിടുത്തെ നേച്ചറും അതേപോലെ ഫ്ലവേഴ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല തണുപ്പും കൂട്ടത്തിൽ നല്ല ചൂടുള്ള കടുപ്പം കൂടിയ ഒരു ചായയുമായിട്ട് ഹൈവാ, അതെന്തായാലും അടിപൊളി ഒരു കോമ്പിനേഷനാണ് അല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നല്ലോണം രാത്രി ആയിട്ടുണ്ട്. ഏതായാലും ആ റൂട്ടിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി നേരെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഹോമീസിലെ 4 പേരും 4 പ്ലേസിലായതുകൊണ്ട് തന്നെ നമ്മളിനി വീഡിയോസ് ഇടുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഫാമിലീനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.